ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. മനുഷ്യ ജന്മം എടുത്തു കഴിഞ്ഞാൽ തൻ്റെ സ്വരൂപത്തെക്കുറിച്ച് അറിയുക എന്നതാണ് മുഖ്യധർമ്മം. സ്വസ്വരൂപത്തെ അറിഞ്ഞാൽ പിന്നെ മറ്റൊന്നും അറിയേണ്ടതായിട്ടില്ല. എല്ലാം അറിഞ്ഞ പ്രതീതിയാണ് അപ്പോഴുള്ളത്. ഇത് മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. മറ്റു ശരീരത്തിലിരിക്കുന്ന ഒരു ജീവികൾക്കും സാധ്യമേ അല്ല. അതിനാൽ മർത്യൻ ഒഴിച്ചുകൂടാത്ത മുഖ്യകൃത്യം മനസ്സിനെ ഈശ്വരോന്മുഖമായി തീർക്കൽ മാത്രമാണെന്നറിഞ്ഞിടൂ. നമ്മൾ അറിയേണ്ട പരമപ്രധാനമായ 4 വരികളാണിത്. മർത്യൻ ഒഴിച്ചുകൂടാത്ത, മനുഷ്യന് ഒഴിക്കാൻ പാടില്ലാത്ത മുഖ്യ കർമ്മം മനസ്സിനെ, മനുഷ്യന് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത മുഖ്യമായ പ്രവൃത്തി എന്താണ്? മനസ്സിനെ ഈശ്വരോന്മുഖമായി തിരിക്കുക എന്നതാണ്. അതിനുള്ള ആഗ്രഹം പോലും ഇല്ലെങ്കിൽ അവരുടെ മനസ്സ് വിഷയോന്മുഖമായിട്ടായിരിക്കും പോകുന്നത്. വിഷയങ്ങളിലേക്ക്, വിഷയം എന്തൊക്കെയാണ്? ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധാദികൾ. ഇതിന് 5 ജ്ഞാനേന്ദ്രിയങ്ങളും. ഇതിലൂടെയാണ് മനസ്സ് പോകുന്നതെങ്കിൽ ആ മനസ്സിൻ്റെ ഉടമയായ ജീവനെ തീരാത്ത ദുരിതക്കയത്തിൽ കൊണ്ടുപോയി തള്ളിയിടും. ദുഃഖം മാത്രമാണ് അവർക്ക് ലാഭമായിട്ടുള്ളത്. അതിനാൽ ഇന്ന് തുച്ഛമായ സുഖത്തിൻ്റെ പിന്നാലെ വലിച്ചിഴച്ചു കൊണ്ടുപോയി ലഹരിക്കടിമയായി ജീവിതം നരകിച്ച് ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാം. ഈശ്വരൻ അതിദിവ്യമായ മർത്യദേഹം തന്നു, അതിന് ആനന്ദിക്കാനുള്ള എല്ലാ വസ്തുക്കളും തന്നു. ആ ആനന്ദസ്വരൂപിയായിരിക്കുന്ന ഭഗവാൻ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ തന്നെ അന്തര്യാമിയായി ഇരുന്നിട്ടും അതിനെ അറിയാതെ മനസ്സിനെ വിഷയോന്മുഖമായി തുച്ഛമായ സുഖത്തിൻ്റെ പിന്നാലെ പോകുന്നതിൻ്റെ ഫലം അനന്തമായ ദുഃഖം മാത്രമാണെന്ന് ലോകത്തിലേക്ക് കണ്ണു തുറന്നു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനാൽ ലോകത്തിലേക്കല്ല ഓടേണ്ടത്, മനസ്സിനെ ഈശ്വരനിലേക്കാണ് തിരിച്ചുവിടേണ്ടത്. അതാണ് ഒരു മനുഷ്യൻ്റെ മുഖ്യമായ കർത്തവ്യം. മർത്യൻ ഒഴിച്ചുകൂടാത്ത, മനുഷ്യന് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത മുഖ്യമായ കൃത്യം എന്താണ്? മനസ്സിനെ ഈശ്വരോന്മുഖമായി തീർക്കുക എന്നതാണ്. അത് മാത്രമാണ്. മറ്റൊന്നുകൊണ്ടും ശാശ്വതമായ സൗഖ്യം നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയില്ല. അതിനാൽ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കേണ്ടത് നാം തന്നെയാണ്. ഇതറിയാതെ പോയാൽ നാം അറിയുന്ന ലോകവിഷയങ്ങളിൽ പോയി ഈ ശരീരം ഇന്നല്ലെങ്കിൽ നാളെ വീണുപോകും. ഇത് വാർദ്ധക്യാവസ്ഥയിലേക്ക് എത്തും. ഒന്നിനും പറ്റാത്ത കാലം വരും. അന്നൊന്നും നേടാൻ സാധിക്കാതെ നിരാശനും ദുഃഖിതനുമായി ഭയത്തോടുകൂടി മരണം വരിക്കേണ്ടി വരുന്നു. ഈ അവസ്ഥയിൽ നിന്നും നമുക്ക് മോചനം നേടണമെങ്കിൽ നാം നല്ല കാലത്ത് നല്ല ഓജസ്സും ചുറുചുറുക്കുമുള്ള ആ സമയത്ത് തന്നെ നമ്മുടെ മനസ്സിനെ മെരുക്കിയെടുത്ത് ആ മനസ്സിനെ നമ്മൾ ആത്മോന്മുഖമായി തിരിച്ചുവിടേണ്ടതാണ്. ഈ 4 വരി നമ്മൾ എപ്പോഴും മനനം ചെയ്യേണ്ട ഏറ്റവും അമൂല്യമായ രത്നമാണ്. മർത്യൻ ഒഴിച്ചുകൂടാത്ത മുഖ്യകൃത്യം മനസ്സിനെ ഈശ്വരോന്മുഖമായി തീർക്കൽ മാത്രമാണെന്നറിഞ്ഞിടൂ.